നമ്മളെന്തായാലും വന്നതല്ലേ, നേരത്തെ വന്നതിന് എല്ലാവരുടെയും സാന്നിധ്യത്തിന് നന്ദി. ഓക്കെ, അപ്പൊ എല്ലാവരും വന്നതിന് നന്ദി. ഞാൻ ചന്തുവിന്റെ ചേട്ടൻ, ഇത് ചന്തുവിനെ അറിയാത്തവർക്ക് ഇത് ചന്തുവിന്റെ വേറെ ചേട്ടൻ ശംഭു ചേട്ടൻ. ഓക്കെ, നമ്മളെല്ലാവരും കൂടി നമുക്ക് ചന്തുവിന്റെ ഈ വിവാഹത്തിന്റെ തലേ ദിവസത്തെ ചടങ്ങിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നാളെ വിവാഹിതരാകുമ്പോ വന്ന ചന്തുവിനും മേയ്ക്കും എല്ലാവിധ ആശംസകളും നമ്മൾ നേർന്നുകൊണ്ട് നമ്മുടെ ചടങ്ങ് നമ്മള് ഇന്നത്തെ തലേ ദിവസത്തെ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭക്ഷണം കേക്ക് കട്ടി ചന്തു കുറെ നേരം കേക്ക് കട്ടിയിട്ട് ചോദിക്കുന്നു. So we are starting, guys. The first function is the cake cutting. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ചന്തുവിന്റെ അച്ഛനെയും ചന്തുവിന്റെ അമ്മയും ഈ സ്റ്റേജിലേക്ക് വിളിക്കണം. ചന്തു എന്തിനാ നമ്മള് കേക്ക് കട്ട് ചെയ്യുന്നത്? എന്റെ കല്യാണം അപ്പൊ ചന്തു കല്യാണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വധുവിനെയും ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? വധുവിന്റെ പേര് മേഘ. വധുവിന്റെ പേര് മേഘ. മേഘയാണ് ഇപ്പൊ മഴ ഇപ്പൊ നമുക്കിട്ട് ശരിയാക്കി തന്നിരിക്കുന്നത്. വധുവിനെ ഒന്ന് കണ്ടേ, ഇതിപ്പോ എങ്ങനെയാണ് ഈ മേഘനെ കണ്ടുമുട്ടിയതെന്ന് രണ്ടു വാക്കൊന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ജോബ് കിട്ടിയത് BPCയിൽ വെച്ചാ. അവിടെ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തത്. അവിടെ വെച്ച് മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ആർക്കും പറയാൻ ഇവിടെ ധൈര്യമുള്ള ആൾക്കാരാണ്. ഞാൻ പറയണേ ഫുൾ അലമ്പോട്ടാ, അല്ലെങ്കിൽ നീ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് റിലേഷൻഷിപ്പിലായി. പിന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ പിന്നാലെ നടന്നു. പിന്നാലെ നടന്നു ഒരു കൊല്ലം. അപ്പൊ ചന്തു ആണ് ആദ്യമായിട്ട് മേഘയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്, അതോ മേഘയാണോ ചന്തുവിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്. അതെ, അതൊന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് മേഘയാവും. How did you propose her? Guys, for you. Chandu is going to recreate the situation when he have proposed Megha. എങ്ങനെ ചന്തു പ്ലാൻ ചെയ്തിട്ടാണോ പോയത്? ചെയ്തിട്ടായിരുന്നു അത്. ഓക്കെ, വേണ്ട, ലെറ്റ്സ് ലീവ് ഹിം. ഓക്കെ, അപ്പൊ നമുക്ക് ശിവഞ്ഞേട്ടാ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് ശിവഞ്ഞേട്ടൻ പറഞ്ഞു. ഒരു ദിവസം ഷീജിക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ലക്ഷോർ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോ ഇവൻ പുറത്തേക്ക് കുറച്ചു നേരം കഴിഞ്ഞ ഒരു പെൺകുട്ടി, ഒരു വണ്ണം പറഞ്ഞ പെൺകുട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ ഒറ്റ നോട്ടത്തിൽ കണ്ടു അതായിരിക്കും മരുമോൾ. ഒരു ഗൽഗതം എനിക്ക് വന്നു കണ്ടപ്പോ, എന്റെ മരുമോൾ വന്നല്ലോ, ഭാര്യയ്ക്ക് സുഖമില്ലാണ്ടായിരുന്നു. അപ്പോഴെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഒരു ക്ലൂ അവിടെ നിന്നൊക്കെ കിട്ടിയായിരുന്നു. അത്രയേ ഉള്ളൂ. എല്ലാത്തിനും സന്തോഷം. ഈ പരിപാടി വരെ എത്തിയതിലും സന്തോഷം. ഇനിയും സന്തോഷിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ചന്തുവിന്റെ കല്യാണത്തിലേക്ക് എത്തിച്ചേർന്ന കഥ. ഷീജാനി ഹാപ്പി അല്ലേ? ഷീജാനിക്ക് മൈക്ക് കണ്ടപ്പോ നാണകം വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ചന്തുവിന്റെയും മേഘയുടെയും മംഗളകരമായ വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് ഈ കേക്ക് കട്ടിങ് സെറിമണിയിലേക്ക് കിടക്കാം. അപ്പൊ ചന്തുവും ശിവൻചേട്ടനും ഷീജേച്ചിയും എല്ലാരും കൂടിയിട്ട് ആ കേക്ക് നന്ദുവിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നന്ദു ചന്തുവിന്റെ അനിയനാണ്. നന്ദു is very happy because now for him, for Nandu's friend, there is no roadblock for him. Everyone is moved from his way. നന്ദു കാര്യങ്ങളൊക്കെ ഓരോന്ന് നടത്താനായിട്ട് ഓടി നടക്കുന്ന തിരക്കിലാണ്. പക്ഷെ നന്ദു ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുകയാണെങ്കിൽ ചേട്ടന്റെ കല്യാണമായിട്ട് തലേദിവസത്തില് വന്ന എല്ലാവർക്കും നന്ദുവിന് 2 വാക്ക് പറയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ ഇവിടെ. അല്ല, ഈ സംഭവം തുടങ്ങിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ കോളേജ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചേട്ടൻ BPCL വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ചേട്ടനെ വിളിച്ചു. ജ്യേഷ്ഠനെ വിളിച്ചപ്പോ ഏതൊരു ഗേൾ വോയിസ് ആണ് കേട്ടത്. അപ്പൊ ഞാൻ ഹലോ, ഞാൻ റോങ് നമ്പർ ആയിരിക്കും വിചാരിച്ചു. അപ്പൊ പുള്ളിക്കാരി ഒന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ
ഇങ്ങനെ ചോദിക്കണേ. അപ്പൊ ഞാൻ ഹലോ ചന്തു അല്ലേ, അപ്പൊ ഒന്നും പറയണല്ലേ ഹലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പോസായി നിക്ക. അപ്പൊ എന്നിട്ട് ഇങ്ങനെ തപ്പണ് കിടന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി അതെങ്ങനെ നിനക്ക് പെട്ടെന്ന് മനസ്സിലായി? അതെങ്ങനെ നിനക്ക് പെട്ടെന്ന് മനസ്സിലായത്? അത് കൊക്കത്ര അല്ല, ഞാൻ ചെറിയ പയ്യനല്ലേ. അപ്പൊ ഈ സിനിമയിലും പിന്നെ നാടകത്തിലൊക്കെ ഉണ്ടല്ലോ വളരണേ. നിനക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. മാതൃകാ പുരുഷന്മാരാണല്ലോ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. പിന്നെ ഈ ഒന്ന് കുറച്ച് സെറ്റായ ടൈം ഞാൻ മുംബൈയിലായിരുന്നു. അതായത് പറഞ്ഞ ബാസ്യങ്ങളിനെ കണ്ടു വർത്താനം പറയുന്നതിന് മുമ്പ് ആ ടൈമിൽ ഞാൻ മുംബൈയിലായിരുന്നു. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പോ പുള്ളിക്കാരി മേഘ ചേച്ചി അവിടെ ഉണ്ടായി. അപ്പൊ അപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഇല്ല, ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഇതുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് പ്രൊജക്ടിന്റെ ഇടയിലൊക്കെ ഞാൻ എന്നിട്ട് പോയി ഇതും പറഞ്ഞു അവിടെ ഉണ്ട് ഇങ്ങനെ ഭയങ്കര എപ്പോഴും ഫോർമലായിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിലും. അപ്പൊ പറഞ്ഞു പുള്ളിക്കാരി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ കണ്ടോളൂ മനസ്സിലായി. എന്നാലും ഞാൻ അങ്ങനെ നിന്ന് കുറച്ചിങ്ങനെ വരകി. ആരാ അപ്പൊ ഫ്രണ്ടാണോ? അതെ ഫ്രണ്ടാണ്, നീ പോയി കാണുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടു. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലി നല്ല നല്ല പ്ലേഫുൾ ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് നിന്നു. അപ്പൊ പിന്നെ ഞാൻ അവിടെ എനിക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി അയച്ചു തരുന്നു, സ്വിഗ്ഗി വഴി ഡെലിവറിക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇതെന്ത് നല്ല പരിപാടിയാണ്, ഫുഡ് ഉണ്ടാക്കി തരും, ഫുഡ് വെച്ചുതരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഓക്കെ പറഞ്ഞു. അല്ല, എനിക്ക് എപ്പോഴും കൺഫേം ആയിട്ടില്ല. അപ്പൊ അങ്ങനെ അപ്പൊ മനസ്സിലായി എന്തോ പരിപാടി നടക്കണെന്ന് ഇവര് തമ്മില്. അപ്പൊ എന്തോ സീരിയസ് ആയി. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞങ്ങള് പരിചയക്കാരായി. ഞങ്ങൾ എല്ലാ വീക്കെൻഡും കണ്ടുകൂട്ടി അവിടെ ചില്ല് ചെയ്യാറായി. ഇതിനൊക്കെ ആയിട്ട് വീഡിയോ കോളായി. മനസ്സിലായി. അങ്ങനെ അവരായിട്ട് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ചന്തുവും മേഘാക്കി ചന്ദിലേക്ക് എത്തിപ്പെട്ടത്. മേഘാക്കി ചന്താണ് ഹാഷ്ടാഗ്. ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ മേഘാക്കി ചന്ദ് എന്നാണ് ഇവര് ഹാഷ്ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് സെറമണി കഴിഞ്ഞു. ഇനി നാളെ വിവാഹിതരാകാൻ പോകുന്ന ചന്തുവിനും മേഘയ്ക്കും നമ്മുടെ എല്ലാവരുടെയും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. മീൻ വയൽ നമുക്കിവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാ പ്രോഗ്രാംസും മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. കാരണം എന്താ, ചന്തുവിന് പാട്ട് പാടാൻ അറിയില്ല. അപ്പൊ ചന്തുവിനെ കൊണ്ട് നമുക്ക് പാട്ട് പഠിച്ചിട്ട് തന്നെ തുടങ്ങാം. ചന്തു, മേഘയ്ക്ക് വേണ്ടിട്ട് ചന്തു പാടുന്ന ഒരു പാട്ട്. ചന്തു 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 ചന്തുന്റെ മേഘ ഈ പാട്ടിന്റെ സ്റ്റെപ്പല്ലേ എല്ലാവർക്കും അറിയണതല്ലേ? ഒരു ഫെമിലിയർ സ്റ്റെപ്പല്ലേ എല്ലാവർക്കും? നമ്മുടെ ഒരു പഴയ സ്റ്റെപ്പ് സ്റ്റെപ്പ് ചന്തുവിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാം. ചന്തു നമുക്ക് വേണ്ടിയിട്ടല്ല. കല്യാണം അപ്പൊ അതിന് ശംഖുചേട്ടൻ മാറിയില്ല. പക്ഷെ ശംഖുചേട്ടൻ ഡാൻസ് ചെയ്യാനൊക്കെ ക്യാമറ ശംഖുചേട്ടൻ സ്റ്റെപ്പ് കണ്ടു
ബാല്യകാല സുഹൃത്ത് തുടങ്ങിയുള്ള ഒരാളാണ്. ചന്തുവിന്റെ എല്ലാവിധ ഉടായ്പും അറിയാവുന്ന ഒരാളാണ്, ആത്മസുഹൃത്താണ് ജോർജ്. ജോർജ് ഒരു മിനിറ്റ്, ജോർജിന്. അപ്പൊ ഇതാണ് ജോർജ്. ജോർജ് നാളെ ജോർജിന്റെ സ്നേഹിതൻ ചന്തു വിവാഹിതനാണ്. അപ്പൊ ജോർജിന് ചന്തുവിന് ഒരു ആശംസ നേരാം. പിന്നെ ചന്തുവിന്റെ എന്തെങ്കിലും ഉടായ്പ കഥകൾ ഈ നാട്ടുകാരറിയാത്ത, അറിഞ്ഞാലും കുഴപ്പമില്ലാത്തത് ധൈര്യമായിട്ട് പറഞ്ഞു. ചന്തുവിനെ കുറിച്ച് ആലോചിക്കുമ്പോ ജോർജിന് എന്താ തോന്നുന്നത്? കഥയൊന്നും വേണ്ട. ചന്തു ആസ് എ പേഴ്സൺ, ഹൗസ് ചന്തു എന്നുള്ളൊരു 2 വരി എങ്ങനെയെങ്കിലും ചന്തുവിനെ കുറിച്ച് കേൾക്കണ്ടേ? ചന്തുവിന് നമ്മൾ മാത്രം പോരല്ലോ അല്ലേ? ചന്തു ആള് വലിയ കുഴപ്പമൊന്നുമില്ല, പറയാനൊന്നുമില്ല. ഓക്കെ, താങ്ക്സ് ജോർജ്. ചന്തുവിന്റെ വേറെ ഫ്രണ്ട്സ് വന്നാൽ അവരൊക്കെ നോക്കി. My friends from Bangalore. Can Chandu's friends from Bangalore come here, please? Okay. So this is Chandu's friends. ഇത് ചന്തുവിന്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സ് ആണ്. പിള്ളേരൊക്കെ ബാംഗ്ലൂർ ഫാഷനാണ്. I am Avin, and I am his colleague in Bangalore. And I love his smile. He is always smiling, and he makes a funny sound while laughing also. Like so, he is always like this in the office. സോ അവൻ പറയുന്നത് ചന്തുവിന്റെ നിഷ്കളങ്കതയാണ് അവന് ഏറ്റവും ഇഷ്ടം. ചന്തുവിന്റെ ചിരിക്കുമ്പോ ആ സൗണ്ട് ചന്തുവിന്റെ ഉള്ളിൽ നിന്ന് വരും. അത് അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. Hi, I'm Rakshita. So, I would like to talk about the tea breaks in our office where Chandu cracks all these dumb jokes. And as annoying as he is, at the end of the day, he's really helpful, and yeah, I'm very happy for him. Hi, this is Maitri. I know Chandu since 2019, and he's very chill, he's very fun. I don't mind sharing anything with him, and I'm so happy that he's getting married. Thanks, Rishita. ഈ 2 വാക്ക് പറയാനുണ്ടോ? ചന്തുവിനെ കുറിച്ച് എന്ത് പറയാം? ചന്തുവിനോടുള്ള സ്നേഹം, പ്യാർ. വേറെ ഒന്നും പറയാനില്ല. നേരത്തെ ആ പയ്യൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ നിഷ്കളങ്കൻ, അത് തന്നെ എനിക്കും പറയാനുള്ളൂ. So I try to be patient, 'cause nothing's written on the wall. Yeah, it's too soon to mention how I've begun to feel that I want your attention. ചന്തുവിന്റെ BPCL ഫ്രണ്ട്സ് ഇവിടെ എത്തിപ്പെട്ടതായി ചന്തു പറഞ്ഞു. അവര് മുന്നോട്ട് വരണാണ്, സ്റ്റേജിലോട്ട് വരണാണ്. കം. ഇതെന്റെ ഫ്രണ്ട് ഷെഫീഖ്. ഇവൻ കല്യാണം കൂടാൻ വേണ്ടി ഖത്തറിൽ നിന്ന് വന്നത്. ഇതെന്റെ ഫ്രണ്ട് ജുനേഷ്. ഇവൻ കല്യാണം കൂടാൻ വേണ്ടി ഗുവാഹട്ടിയിൽ വന്നത്. ഗുവാഹട്ടി. ഇത് രഞ്ജിത്ത്. ഇവിടെ പാലക്കാട്. Like you did last night. Could it be that I'm lucky to have found someone who is just as crazy? ചന്തുവിനെ പറ്റി ഒന്നും പറയാനില്ല. 916 പിന്നെ 24 But I want your attention. ഈ കല്യാണത്തിന് പിന്നിലെ വരും ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത ആൾക്കാരാണ്. ഒരു ഡ്രസ് കോഡ് പറഞ്ഞ്, അതുകൊണ്ട് വളരെ മുൻകൂട്ടി ഒരു 3-4 മാസം മുമ്പ് വരെ ഡ്രസ് കോഡൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഡ്രസ് കോഡ് കിട്ടാത്ത ആൾക്കാരുണ്ട്. Oh baby, kiss me till I see the light, like you did last night. Like you did last night. I want someone who can please me. I want somebody who cares. I need a lover who never leaves me. I need somebody who cares. I've been searching my life, I just couldn't find it. The special someone to give me my heart. ചന്തുവിന്റെ ഫ്രണ്ട്സ് ആണ്.
ചന്തുവിന്റെ ഫ്രണ്ട്സിനെ നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയും. Alright, first I'm Ilhan from Germany. I moved to Bangalore end of November, and directly at the beginning I met Chandu. And That was a bad luck or a good luck? You met Chandu? It was a good luck, and he was a good company in normal time in India and also in the future. I'm pretty sure. സച്ചിൻ പറയും ചന്തുവിനെ കുറിച്ച്. സച്ചിന്റെ പേര് കേട്ടറിയാം ചന്തുവിന്റെ എല്ലാം ഉണ്ടായിരുന്നു. ചന്തുവിന്റെ എല്ലാ ഉടായ്പൊക്കെ അറിയാം, പക്ഷെ അതിവിടെ വിളമ്പാൻ പറ്റൂല. ചന്തു അടിപൊളിയാണ്, പിന്നെ അവന്റെ തള്ളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മളെ BBC വെച്ചാണ് ഒന്നിച്ചത്. പിന്നെ അതിനുശേഷം ഫുൾ അടിപൊളി തന്നെ.